പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് അലി പറയലക്കിടി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമുക്ക് യൂസഫ് അലി സാറിനോട് ഒരു അപേക്ഷ പറയാനാണ്. കാരണം എന്താണെന്നറിയോ, യൂസഫ് അലി സാറ് ഒരുപാട് ആൾക്കാരെ ചാരിറ്റിയായി കുറേ സഹായിക്കുന്നുണ്ട്. നടക്കാൻ വയ്യാത്ത ആൾക്കാർക്ക് വീൽ ചെയർ, വീട് ജപ്തി ചെയ്യുന്ന ആൾക്കാർക്ക് വീടിൽ പൈസ കെട്ടാൻ ബാങ്കിൽ പണം കൊടുക്കുന്നു. അങ്ങനെ പല പല ഉപകാരങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുന്ന നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊരു അപേക്ഷ കൊടുക്കാനുള്ള എന്താണെന്നറിയോ, നല്ലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്ന് നമ്മുടെ കേരളത്തിൽ തുടങ്ങാനാണ്. കാരണം എന്താ അറിയോ, അദ്ദേഹം ചാരിറ്റി ചെയ്യുമ്പോൾ കുറേ വ്യക്തികൾക്ക് മാത്രമാണ് ഈ ഉപകാരങ്ങൾ എത്തുള്ളൂ. ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ഉപകാരം കിട്ടാൻ ഒരുപോലെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങിയാലുണ്ടല്ലോ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാതെ. ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒക്കെ കൊള്ളയാണ്, ഒക്കെ ബിസിനസ്സാണ്. ജനങ്ങൾക്ക് സേവനമല്ല ആസ്പത്രിയിൽ അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ യൂസഫ് അലി സാറിനെ പോലുള്ള മറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ജനങ്ങൾക്ക് എങ്ങനെ സേവിക്കണം, എങ്ങനെ ജനങ്ങളെ ഉപകാരപ്പെടണം, ജനങ്ങളെ എങ്ങനെ സഹായിക്കണം എന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാരോടുള്ള ഒരു അപേക്ഷയാണിത്. കാരണം നല്ലൊരു സംവിധാനം, ഫുള്ളി എല്ലാ സെറ്റപ്പും കൂടിയുള്ള ഒരു സംവിധാനമുള്ള ഒരു ആസ്പത്രി തുടങ്ങിയാൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. കാരണം ഈ ഒരു ആസ്പത്രി തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഡോക്ടർമാരും സഹകരിക്കും. എന്തിനു വേറെ അവിടെ അടിച്ചു വരാനുള്ള ആൾക്കാർ, ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ എന്ത് ചെയ്യണം, എങ്ങനെ ജനങ്ങളെ സേവിക്കണം എന്ന് അറിയാണ്ട് കുറേ ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട്. അത് പല ഡോക്ടർമാരുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ തന്നെ ഡോക്ടർമാർ 50 രൂപക്കും 100 രൂപക്കും ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ പൈസ പ്രതീക്ഷിച്ചില്ല, ജനങ്ങൾക്ക് ഉപകാരം പ്രതീക്ഷിച്ചിട്ട്. അങ്ങനെ ഒരു ആസ്പത്രി തുടങ്ങുകയാണെങ്കിൽ അടിച്ചു വരുന്ന ആൾക്കാർ മുതൽ ഡ്രൈവർമാർ, അങ്ങനെ എല്ലാ മേഖലയിലും, പിന്നെ നേഴ്സുമാർ ഒക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രതിഫലം പ്രതീക്ഷിക്കാണ്ട് ജോലി ചെയ്യാൻ തയ്യാറാകുന്ന ഒരുപാട് ആൾക്കാർ ആ ആസ്പത്രിയിൽ കൂട്ടായ്മയായി പ്രവർത്തിക്കുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. കാരണം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഓരോ അസുഖങ്ങൾ പെരുകിക്കൊണ്ട് ഒരുപാട് ജനങ്ങൾ പിന്നെ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ ഗാനമേള നടത്തുന്നത് നമുക്കറിയാം. അതൊരു തട്ടിപ്പാണെന്ന് വിചാരിക്കാം. എന്നാലും ഒരുപാട് ആൾക്കാർ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, പല രോഗങ്ങൾ ഓരോ ദിവസം കൂടുതൽ പല രോഗങ്ങൾ കൂടിയിട്ട് വേണം. ഇവർക്കൊക്കെ ചികിത്സിക്കാൻ പണമില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു സംവിധാനം യൂസഫ് അലി സാറിനെ പോലുള്ള ഒരാൾക്കാർ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിന് സെൻട്രലായിട്ട് തുടങ്ങാണെങ്കിൽ സെൻട്രലായിട്ട് തുടങ്ങും. പല ഭാഗത്തു നിന്ന് ഒരേപോലെ ദൂരത്തിൽ നിന്ന് ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടാനുള്ള ഒരു സമയം കേരളത്തിന് സെൻട്രലായിട്ട് ആദ്യം ഒരു ആസ്പത്രി തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ അത് നല്ലൊരു ചാരിറ്റി ആയിരിക്കും. നഷ്ടത്തിന് തുടങ്ങണമെന്നില്ല, ചുരുങ്ങിയൊരു ലാഭം. ഇന്നത്തെ കാലത്ത് സാധാരണ ഒരു ആസ്പത്രിയിൽ കയറിക്കഴിഞ്ഞാൽ, ഒരു വെന്റിലേറ്ററിൽ കയറിക്കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ്റെ ചാർജ് എത്രയെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവർക്ക് തോന്നുന്ന പോലെ ഓരോ രോഗി ഓരോ ആസ്പത്രിയിൽ കയറുമ്പോഴും ഓരോ രോഗത്തിനും കിട്ടുന്ന ബില്ല് കേട്ടിട്ട് ഞെട്ടിപ്പോവാണ്. ഒരു ആസ്പത്രിയിൽ ഒരു റൂം പോലും നമുക്ക് അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ ഈ റൂമിൻ്റെ വാടക എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. ഇപ്പോൾ ഗവൺമെൻറ് പുതിയൊരു നിയമം കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ അടക്കം റൂം വാടക എല്ലാ കാര്യങ്ങൾക്കും ബോർഡ് പ്രദർശിപ്പിക്കണം എന്നൊരു നിയമം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ വിഷയം. ഇവിടെ ജനങ്ങളെ എങ്ങനെ സേവിക്കണം, ജനങ്ങൾക്ക് എങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് എന്ത് അസുഖം വന്നാലും നമ്മളെ സഹായിക്കാൻ, നമ്മൾ കൈത്താങ്ങിനൊരു ആസ്പത്രി ഉണ്ടെന്നൊരു ചിന്തയിലെത്തണമെങ്കിൽ യൂസഫ് അലി സാറിനോട് അങ്ങനെയുള്ള ഒരാൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനൊരു ആസ്പത്രി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഭാഗമായിട്ട് മാറാൻ തന്നെ ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, ആൾക്കാർ ആരും ഒന്ന് കൂലി പ്രതീക്ഷിക്കണം, ജനങ്ങളെ സേവിക്കണം. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ ജനങ്ങളെ സേവിക്കണം എന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ഒരു ആസ്പത്രി തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ അതിനൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമായിരിക്കും ഞാൻ കണക്കാക്കാം. യൂസഫ് അലി സാർ എന്ന് പറഞ്ഞാൽ ലുലു മാൾ തുടങ്ങിയിട്ട്, ലുലു മാൾ അങ്ങനെ ഒരുപാട് പിന്നെ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഓരോ സാധനങ്ങളും വില കമ്മിയിൽ കൊടുക്കും. പല ആൾക്കാർക്ക് ഉപകാരമുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള സാധാരണക്കാരുള്ള വ്യാപാരികൾ അതിൽ ഒരുപാട് നഷ്ടത്തിലാണ്. കാരണം എന്താ പറയുക, യൂസഫ് അലി സാറിനെ പോലുള്ള ആൾക്കാർ വലിയ സൂപ്പർ മാർക്കറ്റും മാളുകളൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് ബൾക്കായിട്ട് സാധനം എടുക്കും. വളരെ വില കമ്മിയായിട്ട് ആൾക്കാർക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റും. എന്നാൽ സാധാരണ ഒരു കച്ചവടക്കാരനക്ക് ഒരു പെട്ടി തക്കാളി, 1 കിലോ പിന്നെ ഒരു ചാക്ക് ഉള്ളിയൊക്കെ വിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നഷ്ടം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ വക മേഖലയിൽ തൊട്ടടുത്തുള്ള ഈ ലുലു മാളിന് തൊട്ടടുത്തുള്ള ആൾക്കാർ ഒരുപാട് വ്യാപാരികളൊക്കെ വളരെ സങ്കടത്തിൽ നഷ്ടപ്പെട്ടിട്ടും ജീവിക്കുന്നുണ്ട്. അതൊരു വേറൊരു വശം.
അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ ജനങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് വന്നുകൊണ്ട് കുറേ ആൾക്കാർക്ക് സാധനം വില കമ്മിയിൽ കിട്ടുമ്പോൾ അതുകൊണ്ട് വിഷമിക്കുന്ന ആൾക്കാർ സാധാരണ പോലുള്ള കച്ചവടക്കാർ വളരെ വിഷമിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതേപോലൊരു നല്ലൊരു ആസ്പത്രി വന്നു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം. ഏതൊരു രോഗത്തിനും എന്തൊരു രോഗത്തിനും ചുരുങ്ങിയ വിലക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നില്ല, അങ്ങനെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് അതിലൊരു ഭാഗമാകാനുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ വളരെ ചാർജ് കമ്മിയായിട്ട് എന്തിനും വളരെ ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ ലാഭത്തിൽ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാണ്ടല്ലോ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. യൂസുഫ് അലി സാറിനോട് മാത്രമല്ല പറഞ്ഞു, ഇതേപോലെ ചായറ്റി നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പ്യ കൊണ്ട് എങ്ങനെ സഹായിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് ഞാൻ പറയണം. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിപ്പോൾ എനിക്ക് യൂസുഫ് അലി സാറിനോട് നേരിട്ട് ഫോൺ ചെയ്ത് പറയാനുള്ള ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെയെങ്കിലും മൂപ്പരുടെ കയ്യിൽ എത്തുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് മൂപ്പര് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൂപ്പരൊക്കെ ജനങ്ങളെ എങ്ങനെ സേവിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഉള്ള മൂപ്പരുടെ സേവനം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഒറ്റപ്പെട്ട ആൾക്കാർക്കാണ് മൂപ്പരൻ്റെ കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ഇത് എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ എത്തിപ്പെടണമെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ആശുപത്രിയിൽ പോയിട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ആൾക്കാർ ICUയിലോ വെന്റിലേറ്ററിലോ കിടക്കാൻ നമുക്ക് കാണാനുള്ള സംവിധാനമില്ല. അവിടുത്തെ നേഴ്സുമാർ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും, മരുന്ന് വാങ്ങിക്കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുന്ന് കൊടുക്കുക എന്നല്ലാണ്ട് ഇതൊന്നും കാണാനുള്ള സംവിധാനമല്ല. ഇങ്ങനൊരു ആശുപത്രി വന്നു കഴിഞ്ഞാൽ അതിനൊരു CCTV വെച്ച് പുറമേ ഇരിക്കുന്ന ആൾക്കാർക്ക് കാണാനുള്ളൊരു സംവിധാനം വന്നാൽ അതും വളരെ ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് എങ്ങനെയെങ്കിലും യൂസുഫ് അലി സാറിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ പറയുന്നത് കാര്യം താല്പര്യമുണ്ട് തോന്നുകയാണെങ്കിൽ ഇത് എങ്ങനെയും അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തുകയാണെങ്കിൽ മൂപ്പര് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ആശുപത്രി വന്നു കഴിഞ്ഞാൽ ഇതിൽ ഭാഗമാകാൻ കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. പ്രതിഫലം പ്രതീക്ഷിക്കാണ്ട് എല്ലാവരും നന്നായി ആത്മാർത്ഥമായി നല്ലൊരു സംവിധാനമായിരിക്കും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതൊരു വീഡിയോക്ക് വേണ്ടി ചെയ്യല്ല, ജനങ്ങൾക്കൊരു ഉപകാരത്തിന് വേണ്ടി ചെയ്യാണ്. പല ആൾക്കാരും പല രോഗികളെയും കാണിച്ച് നിങ്ങൾ ഇവരുടെ പേരിൽ പൈസ അയക്കും പറഞ്ഞ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ പിന്നെ പല QR കോഡും കാണിച്ചിട്ട് തട്ടിപ്പൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു സംവിധാനം, അതിനൊക്കെ എതിരൊരു സംവിധാനം, ഏറ്റവും നല്ലൊരു സംവിധാനം ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഗുഡ് ബൈ.